ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം, സ്തോത്രം, 36 വാക്യം ശ്രദ്ധിച്ചു കേൾക്കണം. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥനയുടെ രണ്ടാമത്തെ മർമ്മം കൂടെ പറഞ്ഞ് ഞാൻ ഇന്ന് നിർത്തും. പ്രാർത്ഥനയുടെ മുമ്പിൽ നടക്കുന്ന രണ്ടാമത്തെ കാര്യം, സംഭവിപ്പാനുള്ളതെല്ലാം ഒഴിഞ്ഞു പോകും. എന്തുവാ? അത് സംഭവിക്കേണ്ടതാ, പക്ഷെ നിന്നെ തൊടാതെ അതങ്ങ് ഒഴിഞ്ഞുപോയി. എന്നോട് ഹോളി ഡേറ്റ് ഇട്ട് നിന്റെ കുടുംബത്തിൽ സംഭവിക്കേണ്ട ചില കാര്യങ്ങൾ മന്ത്രവാദികളിൽ താളി ഓലകളിൽ എഴുതിയത് ഇന്ന് പകൽ നിന്നെ തൊടാതെ, നിന്റെ സന്തതിയെ തൊടാതെ ഒഴിഞ്ഞു പോകുക. കൃപ 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 കൃപ. അനുഭവം ഉള്ളതുകൊണ്ടാ ഇവിടെ കയ്യടി ഉണ്ടായേ, അനുഭവം ഉള്ളതുകൊണ്ടാ ഇവിടെ ആരാധന ഉണ്ടായേ. അനുഭവം ഉണ്ടായിട്ടുണ്ടോ? സംഭവിക്കാൻ ഉള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ ഒരാമയും പറഞ്ഞാട്ടെ. എന്തുവാ? സംഭവിക്കാനുള്ളതാ, പക്ഷേ നമ്മുടെ ആ അടുക്കപ്പോലും വരാതെ അത് വേറെ റൂട്ടിൽ കൂടെ അങ്ങ് ഒഴിഞ്ഞു പോയി. തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യുക. നിനക്ക് വരേണ്ടതാണ് ആ വിപത്ത്, നിനക്ക് വരേണ്ടതാണ് ആ രോഗം, നിനക്ക് വരേണ്ടതാണ് ആ ബന്ധനം, നിന്റെ കുടുംബത്തിൽ ആ മരണം നടക്കേണ്ടതാ, പക്ഷെ ഒഴിഞ്ഞുപോയി. ചോദ്യം, പ്രാർത്ഥനയ്ക്ക് വരാൻ കൊതിക്കുന്ന വിപത്തുകളെ ഒഴിച്ചു മാറ്റാൻ കഴിയുമോ? കഴിയും. അതുകൊണ്ടാണ് എന്നാ പ്രശ്നം വന്നാലും ഓടി എങ്ങോട്ട് വരും? വളരെ പരിചയമുള്ളൊരു വാക്യം വായിച്ചേച്ച് എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയുക, ഈ ദിവസങ്ങളിൽ നിന്നിന്റെ കണ്ണുകൊണ്ട് കാണും ചിലതൊക്കെ നിന്റെ കുടുംബത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു, നിന്റെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് നിനക്കറിയാം. നിനക്കത് വരേണ്ടതാ, നിന്നെ ആ കുരുക്കി കയറ്റേണ്ടതാ, പക്ഷെ പ്രാർത്ഥനയിൽ ഒഴിഞ്ഞുപോയി. ഇന്നിവിടെ ദൈവാത്മാവ് നിന്നെ കൊണ്ടുവന്നത്, നിന്നെ കുരുക്കാൻ നോക്കുന്നവന് വിദഗ്ധനാ, പക്ഷെ അവന് കുരുക്കാൻ പറ്റത്തില്ല. അതിനു മുമ്പ് നീ കൃപ 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 കൃപ. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അടുത്തിരിക്കുന്ന ആളെ തൊട്ടച്ച് പറ, എല്ലാം ഒഴിഞ്ഞു പോകാൻ പോവാന്ന് പറ. ഈ ദാവീദ് ഒരിക്കൽ പറഞ്ഞു, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിന്റെ കീഴിൽ ശരണം പ്രാപിക്കുന്നു. നിനക്കെതിരെ വന്ന അസ്ത്രം ഒഴിഞ്ഞു പോകാൻ കാരണം അസ്ത്രത്തിന് തുളയ്ക്കാൻ കഴിയാത്തൊരു ചിറകിന്റെ കീഴിലാ നിന്റെ ഇരിപ്പ്. ഒറ്റ വാക്യം വായിച്ചിട്ട് ബൈബിൾ അടച്ചേക്കാം. ബാക്കി ഞാൻ പറഞ്ഞല്ലോ, ഈ യോഗം തീരുന്നതിന് മുമ്പ് ഏതൊക്കെ സെക്ഷനുകളിൽ കയറിയാലും ഇത് തന്നെയാ പറയുന്നത്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം 11-ാമത്തെ വചനം. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ചു, ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദാ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാനിപ്പോൾ വാസ്തവമായി അറിയുന്നു അവൻ പറഞ്ഞു. നിന്നെ ദൈവം വിടുവിച്ചു എന്ന് ഞാനിപ്പോൾ വാസ്തവമായി അറിയുന്ന ദിവസങ്ങൾ വരുന്നു. 2 മണിക്കൂർ പ്രസംഗിക്കേണ്ടതാ, 10 മിനിറ്റ് കൊണ്ട് പ്രസംഗിക്കാൻ പോവാം. വചനം മറക്കരുത്. ദൈവം നിന്നെ വിടുവിച്ചു എന്ന് നീ വാസ്തവമായി
വാസ്തവമായി അറിയുന്ന ദിവസങ്ങൾ വരാൻ പോവാ. ഗ്ലോറി. നിനക്കറിയാം നിന്നെ ഒതുക്കാൻ ചില കരുനീക്കങ്ങൾ നടക്കുന്നു. ഗ്ലോറി. നിന്റെ കൂട്ടത്തിൽ ഒന്നിനെ ശത്രു ജീവൻ അപഹരിച്ചു കളഞ്ഞു. നിന്നെയും അപഹരിക്കാൻ നിൽക്കുക. പക്ഷേ നിന്നെ അപഹരിക്കാൻ ഡേറ്റ് കുറിച്ചതിനിടയിൽ അമാനുഷിക തലത്തിൽ നിന്നൊരു ഇടപെടലുണ്ടായി. എന്നോട് ദൈവാത്മാവ് പറയും, ഈ പ്രാർത്ഥനയിൽ വലിയ ഇടപെടലുണ്ടാവും. വിചാരിക്കാത്ത സ്ഥലത്ത് നിന്ന് മനുഷ്യരെ ഇറക്കാൻ പറ്റാത്തടത്ത് ദൂതന്മാരെ ഇറക്കും. നിന്നെ വിടുവിക്കാൻ ദൂതന്മാർ